എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രൊഡക്റ്റ് സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ശ്രീജ. ഞാൻ ദുബൈനെ ജോയിൻ ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും അറിയാം, നമ്മുടെ തിങ്കളാഴ്ച ദിവസം നമ്മുടെ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് സെഷൻ നടക്കുന്ന ദിവസമാണ്. അപ്പൊ ഇന്ന് നമുക്ക് സെഷൻ ചെയ്യാൻ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന സവിത മാഡത്തിനെയാ. മാഡം എറണാകുളം സ്വദേശിയാ. അപ്പൊ എല്ലാരെയും അനുവാദത്തോടെ സ്നേഹത്തോടെ ഞാൻ മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മാഡം പ്ലീസ് വെൽക്കം ഓൺ ദ പ്ലാറ്റ്ഫോം. താങ്ക് യു മാം. മാഡം നന്നായി എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേക്കാം. ഞാൻ സവിത, എറണാകുളം സ്വദേശിയാണ്. വളരെ ബിസിനസ്സില് നമുക്ക് ചെയ്യാൻ വരുന്ന ഏതൊരാൾക്കും ഒരുപാട് കാറ്റഗറി പ്രോഡക്റ്റ് നമുക്ക് പരിചയമുണ്ട്. അപ്പോ എല്ലാ കാറ്റഗറിയിലും ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള പ്രൊഡക്റ്റുകളാണ്. എല്ലാം തന്നെ നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫിനെ ഒരു കോള് വന്നാണ്. അപ്പോ ഈ പ്രോഡക്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും നമ്മുടെ കേരളത്തിനെ ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് കൂടുതൽ കൃഷി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുള്ള, അല്ലെങ്കിൽ ആരോഗ്യത്തിനെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിട്ടുള്ള, ഭക്ഷണത്തെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകൾ ഉള്ള ഒരു സംസ്ഥാനമാണ്. അതായത് സംസ്ഥാനം എന്ന് ഉദ്ദേശിച്ചത് കേരളം എന്ന് പറഞ്ഞ ഒരു ജിയോഗ്രഫിക് ഏരിയ മാത്രമല്ല, നമ്മൾ മലയാളം മൺസൂൺ തുടങ്ങാൻ പോവുകയാണ്. അപ്പോ ഈ മൺസൂൺ തുടങ്ങുന്ന ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. അതായത് കൃഷിക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ അഗ്രി പ്രൊഡക്ട്സിന് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് അനുവദിച്ചു തന്ന വിന്നിംഗ് ടീം ലീഡേഴ്സിനോട് ആദ്യമേ തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇങ്ങനൊരു വേദിയിലേക്ക് എനിക്കൊരു അവസരം ഒരുക്കി തന്ന ദൈവത്തിനോടും ഒപ്പം എല്ലാ ലീഡേഴ്സിനോടും നമ്മുടെ വിന്നിംഗ് കൃഷിയെ കുറിച്ച് പറയുമ്പോൾ കൃഷി നടത്തുന്നതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന, അത് ഓർഗാനിക് രീതിയിൽ തന്നെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളെ സഹായിക്കുന്ന 8 പ്രൊഡക്റ്റുകൾ നമ്മുടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. എണ്ണത്തിൽ നമ്മൾ വിചാരിക്കും 8 പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ആ 8 പ്രൊഡക്റ്റ് മതി നമ്മുടെ ാക്കി മാറ്റുന്നതിനും ആ 8 പ്രൊഡക്റ്റുകൾ കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ടാവും. ഒരു കൃഷിക്കാരൻ തുടങ്ങുമ്പോൾ ആദ്യമേ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് ഉണ്ടായിരിക്കും. മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് മണ്ണിലേക്ക് ഇറക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ആദ്യം ആ അതിന്റെ വിത്തുകൾ പരിചരിക്കുക എന്നുള്ളൊരു ഘട്ടമാണ് ആദ്യമായി ചെയ്യേണ്ടത്. വിത്ത് പരിപാലനത്തിന് ട്രഡീഷണൽ അപ്പോൾ ഈ വിത്ത് ട്രീറ്റ് ചെയ്യുന്നതിന് വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. വിത്ത് ട്രീറ്റ് ചെയ്യണ എന്തിനാണ്? ഏറ്റവും നല്ല കരുത്തോടു കൂടിയുള്ള ഒരു പുതിയ ചെടിയെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിത്ത് ട്രീറ്റ് ചെയ്യുന്നത്. അതിന് പരമാവധി അസുഖങ്ങൾ ഇല്ലാതിരിക്കണം, പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാവണം, പെട്ടെന്ന് മുളയ്ക്കണം. അങ്ങനെ
നൽകാൻ പോകുന്ന ഈൽഡ് എത്രമാത്രം ഉണ്ടാകും എന്നൊക്കെ ഒരു നല്ലൊരു കർഷകൻ അതിന്റെ മുള നോക്കുമ്പോൾ, ആദ്യത്തെ മുള പൊട്ടുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റുകൾ നമ്മുടെ വെസ്റ്റീജ് കമ്പനി വെസ്റ്റീജ് അഗ്രി കാറ്റഗറി തരുന്ന ഈ പ്രോഡക്റ്റുകൾ തീർച്ചയായിട്ടും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം അത്രയും നല്ല ഈൽഡ് തരാനായിട്ട് വിത്ത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ചാണകത്തിൽ മുക്കി തണലത്തുണക്കുക, അതേപോലെ ചാരം, വെണ്ണീർ എന്നൊക്കെ പറയും, അതിൽ മുക്കിയെടുത്ത് ഉണക്കി സൂക്ഷിക്കുക. അങ്ങനെയൊക്കെ വിത്ത് പരിപാലനത്തിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അതിന്റെ ഒപ്പം നമ്മുടെ ഈ വിത്ത് പരിപാലനത്തിന് നമ്മളെ സഹായിക്കുന്നതിന് ആ ചെടിയുടെ കരുത്ത് വളരെയധികം മെച്ചമാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ വിത്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നടപടി എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള മണ്ണൊരുക്കുക എന്നുള്ളതാണ്. മണ്ണൊരുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ അതിന് പറ്റിയൊരു അന്തരീക്ഷം അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൊക്കെ ഒരുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിലുള്ള കളകളെയും ഒക്കെ മാറ്റാനായിട്ട് മാറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ അടിവളം കൊടുക്കുന്നുണ്ടാവും. ഈ കാര്യങ്ങളിലെല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അഗ്രി പ്രൊഡക്റ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രി പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ്. അതായത് ഫീൽഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാൻ പോകുന്നത്, അതായത് ഒന്ന് അഗ്രി ഹ്യൂമിക് ഗ്രാനുവൽസ്, രണ്ടാമത്തെ അഗ്രി ഹ്യൂമിക് ലിക്വിഡ്, പിന്നെയുള്ളത് അഗ്രി 82, പിന്നെ അഗ്രി പ്രൊടെക്, അഗ്രി നാനോടെക്, അഗ്രി അക്വാജൽ. ഇത്രയും 6 പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ബേസൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ലാൻഡ് പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് നൽകുന്ന അത് ഇങ്ങനെ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് നമുക്ക് നേട്ടമുള്ളത്? അതായത് മണ്ണിന്റെ ഘടന, നമ്മുടെ മണ്ണിലേക്ക് എന്ത് കൊടുത്താലും എന്താണോ മണ്ണിലേക്ക് നൽകുന്നത് ആ പ്രോഡക്റ്റുകളുടെ ഗുണത്തിനനുസരിച്ച് നമ്മുടെ മണ്ണിന്റെ ഘടന വ്യത്യാസപ്പെടുന്നുണ്ടാവും. നമ്മുടെ അതായത് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതിനും അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ പ്രൊഡക്റ്റുകളിലെ പോഷകങ്ങള് അത് ചെടിക്ക് വലിച്ചെടുക്കാൻ സാധ്യമായ രീതിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഓൾറെഡി മണ്ണിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ ഉപയോഗിക്കുന്നതിന്, ചെടിയെ സഹായിക്കുന്നതിന് ഈ പ്രൊഡക്റ്റുകൾ സഹായിക്കും. അതേപോലെ ഈർപ്പത്തിന്റെ അളവ് നമുക്ക് സഹായിക്കുന്ന ഒരു പ്രധാന ഈ 6 പ്രൊഡക്റ്റുകൾ മതിയാവും. ഇതില് ഈ ഒരു 6 പ്രൊഡക്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന ബയോ സ്റ്റിമുലന്റുകളും ആക്ടിവേറ്ററുകളും സോയിൽ കണ്ടീഷണേഴ്സുമാണ്. അത് ഈ 3ന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വർക്ക് ചെയ്യാണ് ഈ 6 പ്രൊഡക്റ്റുകളും ചെയ്യുന്നത്. ഈ പറയുന്ന ഈ 6 പ്രൊഡക്റ്റുകളും ചെയ്യുന്നത്. ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഏതെല്ലാം പ്രൊഡക്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതില് ആദ്യമേ ഉള്ളത് അഗ്രി ഹ്യൂമിക് ഗ്രാനുവൽസ് ആണ്. ഈ ഹ്യൂമിക് ഗ്രാനുവൽസ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും
ബയോ സ്റ്റിമുലന്റ് ആണ്. അതായത് ചെടിക്ക് വലിച്ചെടുക്കുന്നതിനും അതേപോലെ തന്നെ കൂടുതൽ വളങ്ങൾ മണ്ണിലേക്ക് കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബയോ സ്റ്റിമുലന്റ് ആണ് അഗ്രി ഹ്യൂമിക് ഗ്രാനുവൽസ്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താന്ന് വെച്ചാല് 1.5% ഹ്യൂമിക് കണ്ടന്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി ഹ്യൂമിക് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു സോയിൽ കണ്ടീഷണർ ആയിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫൈറ്റോ ഹോർമോൺസ് പറഞ്ഞാല് നമ്മുടെ ആ ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന, അതായത് വേരിന്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ നല്ല താങ്ങുവേരുകള് നല്ല രീതിയിൽ വളരുന്ന, അതായത് ചെറിയ നാരുവേര് പ്ലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതും അതേപോലെ ഫാസ്റ്റ് ഗ്രോത്തിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ് ഈ പറയുന്ന അഗ്രി ഹ്യൂമിക് ഗ്രാനുവൽസിൽ അടങ്ങിയിരിക്കുന്നത്. ഈ സ്റ്റെം നന്നായിട്ട് വളരുന്നതിന്റെ ഫലമായിട്ട് ചെടികൾ നന്നായിട്ട് വളരുന്നുണ്ടാവും. പിന്നെ സീഡ് ജെർമിനേഷൻ, ുള്ള വിത്തുകൾക്ക് നമ്മൾ പല വിത്തുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അപ്പൊ ചില വിത്തുകള് കുറെ സമയം എടുത്തിട്ടേ മുളയ്ക്കുള്ളൂ. അതായത് ഡോർമെന്റ് ആയിട്ടിരിക്കുന്ന ചില വിത്തുകളുണ്ട്. എക്സാമ്പിൾ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നെൽവിത്ത് ഒക്കെ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടാണ് നടുക. അതെന്തിനാ? ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് മുളയ്ക്കുന്ന ചില വിത്തുകളുണ്ട്. അതായത് ആ വിത്തിന്റെ ഒരു നേച്ചറാണ്, ഡോർമെന്റ് സ്വഭാവമുള്ള വിത്തുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡോർമെന്റ് ആയിട്ടുള്ള സ്വഭാവത്തിനെ അതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അഗ്രി ഹ്യൂമിക് ഗ്രാനുവൽസിലുള്ള ഫൈറ്റോ ഹോർമോൺസ് സഹായിക്കുന്നുണ്ടാവും. അതേപോലെ അതിൽ സൈറ്റോകൈൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് അതിനെ തടയുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ വൈകിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാല് പ്ലാന്റ് എപ്പോഴും കൂടുതൽ നാളേക്ക് വളരെ ഗ്രീൻ ആയിട്ട് കൂടുതൽ സമയം നിലനിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കറിയാം, പച്ചപ്പ് കൂടുതൽ ഉണ്ടെങ്കിൽ ആ ചെടിക്ക് എന്തുണ്ടാവും? ഈൽഡ് കൂടുതൽ ഉണ്ടാവും. ഗ്രീനി ആയിട്ട് നിലനിർത്താനായിട്ട് ഈ ഹ്യൂമിക് ഗ്രാനുവൽസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹ്യൂമിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതില് ഈ ഹ്യൂമിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സോയിലിന്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ന്യൂട്രിയൻസ് ചെടി വലിച്ചെടുക്കുന്ന ആസിഡ് കണ്ടന്റ് സഹായിക്കുന്നുണ്ടാവും. പിന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫൾവിക് ആസിഡ് ആണ്. ഈ ഫൾവിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കീലേറ്റർ ആണ്. അതുകൊണ്ട് എന്താവണമെന്ന് വെച്ചാല് ഈ ചെടിക്ക് നല്ല രീതിയിൽ തന്നെ മിനറൽസും അതേപോലെ ന്യൂട്രിയൻസ് എല്ലാം തന്നെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നതിന്, ഓൾറെഡി മണ്ണിലുള്ള മിനറൽസിനെ അബ്സോർബ് ചെയ്ത് എടുത്തുകൊണ്ട് റൂട്ട്സും ലീവ്സും ഒക്കെ മുകുളങ്ങൾ പൊട്ടുന്നതിനുമൊക്കെ ബ്രാഞ്ചസ് ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഫൾവിക് ആസിഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതില് ട്രേസ് എലമെന്റ്സ് ധാരാളം ഉണ്ട്. അത് ഹോർമോണൽ ഫങ്ഷൻസ്, ഇപ്പൊ പറഞ്ഞില്ലേ, ഫൈറ്റോ ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടാവും. അതേപോലെ ഈ ചെടികൾക്ക് സ്ട്രെസ്, നമുക്ക് മനുഷ്യർക്കുള്ളത് പോലെ തന്നെ ചെടികൾക്ക് സ്ട്രെസ് ഉണ്ട്. ഉപ്പുള്ള മണ്ണുണ്ടാവുമല്ലോ. അപ്പൊ ആ സ്ഥലങ്ങളിൽ വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേനും ഹൈ സലൈനിറ്റി ആയിരിക്കും, അതായത് വളരെ ഉപ്പായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചെടികൾക്ക് സ്ട്രെസ് അനുഭവപ്പെടാറുണ്ട്. ഈ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നതിന് ഈ ഹ്യൂമിക് ഗ്രാനുവൽസ് വളരെയധികം
സഹായിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്ത് വളം കൊടുത്താലും അപ്പൊ എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇത് കൂടാണ്ട് ഇതിപ്പോ ഒരു ചെടിയുടെ അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ഇനി അത് ഒരു ഈൽഡിനെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡ്യൂസിന്, അതായത് അതിന്റെ ഈൽഡിന് അല്ലെങ്കിൽ അതിന്റെ ഫ്രൂട്ട്സിന് കൂടുതൽ അതോടൊപ്പം മണ്ണിനെ എങ്ങനെയാണ് ഗുണപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലുള്ള മൈക്രോബിയൽ പോപ്പുലേഷൻ, അതായത് അതിൽ ഇഷ്ടംപോലെ സൂക്ഷ്മജീവികൾ ഉണ്ടാവും മണ്ണില്. നമുക്കറിയാം സൂക്ഷ്മജീവികൾ എന്ന് പറയുന്ന നിസ്സാരക്കാരല്ല. മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സൂക്ഷ്മജീവികൾ അടങ്ങിയിരിക്കുന്ന ഒരു അടങ്ങിയിരിക്കുന്ന സ്ഥലത്താണ് ഏറ്റവും നന്നായിട്ട് വിളവുണ്ടാവുക. അപ്പൊ ഹ്യൂമിക് ഗ്രാനുൾസ് സഹായിക്കുന്നുണ്ടാവും. ഇനി ഈ നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമായിരിക്കും. എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്നും അതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് എങ്ങനെ ഏതെല്ലാം ക്രോപ്പുകൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോ നമ്മുടെ സാധാരണ എല്ലാ തരത്തിലുള്ള ക്രോപ്പുകൾക്കും നമുക്ക് ഈ അഗ്രി ഹ്യൂമിക് ഗ്രാനുൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് മണ്ണിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഫോളിയർ സ്പ്രേക്ക് പറ്റില്ല, കാരണം അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫോളിയർ സ്പ്രേക്ക് അനുയോജ്യമല്ല. തീർച്ചയായിട്ടും അത് മണ്ണിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് എല്ലാ തരത്തിലുള്ള പ്ലാന്റുകൾക്കും നമുക്ക് ഹ്യൂമിക് ഗ്രാനുൾസ് ഉപയോഗിക്കാൻ കഴിയും. 5 മുതൽ 10 കിലോ വരെ ഒരു ഏക്കറിലേക്ക് ആവശ്യമുള്ളൂ. അത്രയും ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ ചെടിയുടെ ഗ്രോത്ത് ഉറപ്പാക്കുന്നതിന് നമുക്ക് സാധിക്കും. അത് സാധാരണ രീതിയിൽ ഗ്രാനുൾസ് ഉപയോഗിക്കുന്നത് എപ്പോഴും നമുക്ക് നടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫീൽഡ് പ്രിപ്പറേഷൻ സമയത്ത് തന്നെ അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ അതിനെ ഉപയോഗിക്കുന്നതെങ്കിൽ 50 മുതൽ 100 ഗ്രാം വരെ. ഇപ്പൊ എക്സാമ്പിള് തെങ്ങിനും ഒക്കെ അതേപോലെ തേയില ചെടിക്ക്, കാർഡമം പോലെയുള്ള കൃഷികൾക്ക് ഒക്കെ തന്നെ നമ്മൾ ഗ്രാനുൾസ് ഉപയോഗിക്കുന്ന സമയത്ത് 50 മുതൽ 100 ഗ്രാം പെർ പ്ലാന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ചെടിയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ഇതിനെ വരെ ഇട്ട് കൊടുക്കാം. ചെറിയ ചെടികളാവുമ്പോൾ അത് 50 ഗ്രാം മതിയാവും. ഇത് ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് എപ്പോഴും ജലാംശമുള്ള മണ്ണിലാണ് നമ്മൾ ഗ്രാനുൾസ് ഉപയോഗിക്കേണ്ടത്. അതായത് പ്രീ മൺസൂണിനോ അല്ലെങ്കിൽ പോസ്റ്റ് മൺസൂണിന്റെ സമയത്തോ, അതായത് ചെറിയ നനവെങ്കിലും ഉള്ള ഒരു സമയത്ത് നമ്മൾ ഈ ഗ്രാനുൾസ് ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും ഉത്തമം. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാമാണ് മെച്ചമുള്ളതെന്ന് ഒരിക്കൽ കൂടി നോക്കാം. അതായത് സോയിലിന്റെ സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹ്യൂമിക് ഗ്രാനുൾസ് സഹായിക്കുന്നുണ്ട്. അതേപോലെ ന്യൂട്രിയൻ റിട്ടൻഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന വളത്തിനെ കൂടുതൽ സമയത്തേക്ക് മണ്ണിൽ നിർത്തുന്നതിനും അത് പ്ലാന്റ്സിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പാകത്തിലേക്ക് മാറ്റുന്നതിനും വളരെയധികം നന്നായിട്ട് ഉള്ളതുകൊണ്ട് ഹെൽത്തി ആയിട്ടൊരു സോയിലിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ അഗ്രി ഹ്യൂമിക് ഗ്രാനുൾസ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു. അതേപോലെ നമ്മൾ ലാൻഡ് പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ ഈ ഹ്യൂമിക് ഗ്രാനുൾസ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിത്തുകൾ മുളയ്ക്കുന്നതിനും അതേപോലെ ആ മുളയ്ക്കുന്ന ചെടി വളരെ കരുത്തോടു കൂടി തന്നെ ഉണ്ടാവുന്നുണ്ടാവും. ഏറ്റവും ആരോഗ്യം ഉള്ള ഒരു മുളയ്ക്കുന്ന സമയത്ത് ഏറ്റവും ആരോഗ്യത്തോടു കൂടിയുള്ള ചെടി തന്നെയായിരിക്കും ഏറ്റവും അവസാനം ഏറ്റവും നല്ല ഈൽഡ് നൽകുന്ന ചെടി. ഇനി രോഗങ്ങളുടെ
രോഗങ്ങളെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്. അതായത് അണുബാധയെ ചെറുക്കുന്നതിന് ആ ചെടിക്ക് ഓൾറെഡി ഒരു കരുത്തുണ്ടായിരിക്കും. കാരണം അത്രയും ആരോഗ്യത്തോടു കൂടി ഇപ്പൊ കുട്ടികളെ തന്നെ കണ്ടിട്ടില്ലേ, അതായത് അവര് ജനന സമയത്ത് നല്ല ആരോഗ്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതുവെ അസുഖങ്ങൾ കുറവായിരിക്കും. എന്നതുപോലെ തന്നെ ഈ ചെടികളുടെ കാര്യം എടുത്താലും ഈ തുടക്കത്തിലെ തന്നെ നല്ല ആരോഗ്യമുള്ള ചെടികളാവുമ്പോൾ അതിന് അസുഖങ്ങളും മറ്റും വരുന്നതും കീടബാധയും ഒക്കെ കുറവ് തന്നെയായിരിക്കും. ഇനി അത് കൂടാണ്ട് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, മണ്ണിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉയർത്തുന്നതിന് ഈ അഗ്രി ഹ്യൂമിക് ഗ്രാനുവൽസ് സഹായിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കണ്ടന്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതില് ഹ്യൂമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അതിൽ അടങ്ങിയിരിക്കുന്നു. ഹ്യൂമിൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വനമണ്ണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലത്തിൽ അലിഞ്ഞു പോകാത്ത ഹ്യൂമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. അതായത് അത് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ കൂടുതൽ എയറേഷൻ കൊടുക്കുക, അതേപോലെ തന്നെ ജലത്തിനെ പിടിച്ചു നിർത്തുക, അതായത് ഈർപ്പത്തിനെ പിടിച്ചു നിർത്തുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഹ്യൂമിൻ ചെയ്യുന്നത്. ഈ രണ്ടും നമ്മുടെ അഗ്രി ഹ്യൂമിക് ഗ്രാനുവൽസിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് റൂട്ട് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹ്യൂമിൻ എന്ന് പറയുന്ന കണ്ടന്റ് അതിലുള്ളത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ എയറേഷൻ മണ്ണിലുണ്ടായിരിക്കും. അതുകൊണ്ട് വേരോട്ടത്തിന് വളരെ ആയിട്ട് സ്പ്രെഡ് ആവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ചെടിക്ക് നന്നായിട്ട് വളം വലിച്ചെടുക്കുന്നതിനും വെള്ളം വലിച്ചെടുക്കുന്നതിനും സാധിക്കും. നല്ല ഗ്രോത്ത് ആ ചെടിക്ക് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടിയ ചെടികളായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ച് പച്ചപ്പ് കൂടുതൽ ഉണ്ടാവും. കൂടുതൽ നല്ല ഈൽഡ് നൽകുന്നതിനും ഈ ഹ്യൂമിക് ഗ്രാനുവൽസിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്ത ഒരു പ്രോഡക്റ്റ് ഹ്യൂമിക് ലിക്വിഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മള് ഗ്രാനുവൽ പരിചയപ്പെട്ടപ്പോൾ ഹ്യൂമിക് ഗ്രാനുവൽസ് നമുക്ക് മണ്ണിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞു. ഇത് അതേസമയം അഗ്രി ഹ്യൂമിക് ലിക്വിഡ് ആവുമ്പോൾ ഇത് നമുക്ക് മണ്ണിലും അപ്ലൈ ചെയ്യാം, അതേസമയം തന്നെ ഫോളിയർ സ്പ്രേ ആയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അഗ്രി ഹ്യൂമിക് ലിക്വിഡ് എന്ന് പറയുന്നത്. അതില് നമ്മുടെ അഗ്രി ഹ്യൂമിക് ഗ്രാനുവലില് നമ്മൾ കണ്ടത് 1.5% ഹ്യൂമിക് കണ്ടന്റ് ആണ് അതിലുള്ളത്. ഹ്യൂമിക് കണ്ടന്റ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതില് ഉള്ളത് 6%, അതായത് 6% ഹ്യൂമിക് കണ്ടന്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി ഹ്യൂമിക് ലിക്വിഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത് അഗ്രി ബയോമാസിൽ നിന്നും എടുത്തിട്ടുള്ള ഹ്യൂമിക് ലിക്വിഡ് ആണ്. ഇത് പല രീതികളിൽ നമുക്ക് പല കമ്പനികളും ഹ്യൂമിക് ലിക്വിഡും ഹ്യൂമിക് ഗ്രാനുവൽസും ഒക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതായത് മൈൻ വേസ്റ്റിൽ നിന്ന് വരെ ഈ ഹ്യൂമിക് ഗ്രാനുവൽസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഹ്യൂമിക് ഗ്രാനുവൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് നശിച്ചു പോകുന്നുണ്ടാവും. അതായത് അതില് ഹ്യൂമിക് കണ്ടന്റ് വളരെ അധികമായിരിക്കും, അത് നമ്മുടെ ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല. അതേസമയം നമ്മുടെ ഹ്യൂമിക് ഗ്രാനുവൽസ് ആയിക്കോട്ടെ ഹ്യൂമിക് ലിക്വിഡ് ആയിക്കോട്ടെ, ഇത് രണ്ടും തന്നെ ഇതിന്റെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ഈ പറയുന്ന ഹ്യൂമിക് ആസിഡും ഫൽവിക് ആസിഡും ഹ്യൂമിൻ, ഈ 3 ഘടകങ്ങളും തന്നെയാണ് ഈ അഗ്രി ഹ്യൂമിക് ഗ്രാനുവൽസിലുള്ളത് പോലെ തന്നെ അതേ ഘടകങ്ങൾ തന്നെയാണ് ഉള്ളത്. പക്ഷെ കുറച്ചുകൂടെ പ്രപ്പോർഷൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി ഹ്യൂമിക് ലിക്വിഡ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു ഹെൽത്തി പ്ലാന്റിനെ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ ആ ന്യൂട്രിയൻസിനെല്ലാം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ടാവും. അതേപോലെ ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഈ അഗ്രി ഹ്യൂമിക് ലിക്വിഡ് വളരെയധികം സഹായിക്കുന്നു.
മുളയ്ക്കുന്ന വിത്തിന്റെ ട്രീറ്റ്മെന്റ് മുതൽ അതിന്റെ മെച്യൂരിറ്റി വരെ, ആ പ്ലാന്റിന്റെ മെച്യൂരിറ്റി വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, ഏത് സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അഗ്രി ഹ്യൂമിക് ലിക്വിഡ് എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ആ ഹ്യൂമിക് ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിന് എന്തെല്ലാം മെച്ചങ്ങളാണ് ഉള്ളതെന്ന് വെച്ചാൽ, ആ ഹ്യൂമിക് ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മണ്ണിന്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹ്യൂമിക് ലിക്വിഡ് സഹായിക്കും. നല്ല രീതിയിൽ മോയ്സ്ചർ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ടാവും. അതേപോലെ മണ്ണിൽ ഓൾറെഡി ഉള്ള ഹ്യൂമിക് ലിക്വിഡ് സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അയണുകളെ റിലീസ് ചെയ്യുന്ന ഒരു സ്വഭാവം, നമ്മുടെ ഫ്രീ അയൺസിനെ റിലീസ് ചെയ്യുന്ന സ്വഭാവം ഉണ്ട് നമ്മുടെ ഹ്യൂമിക് ലിക്വിഡിന്. അതുകൊണ്ടാണ് ആ ഒരു ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാൻ ആ ചെടിക്ക് സഹായകമാവുന്നത്. ഇനി റൂട്ട് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ, സ്ട്രോങ് റൂട്ട് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളത്തിനെ വലിച്ചെടുക്കുന്നതിന്, അതേപോലെ നല്ല കരുത്തോടു കൂടിയ ചെടി ഇരിക്കുന്നതിനും സഹായിക്കുന്നുണ്ടാവും. ഇനി അത് കൂടാണ്ട് മറ്റൊരു മെച്ചം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈ ഹ്യൂമിക് ഗ്രാനുവൽസോ അല്ലെങ്കിൽ ഹ്യൂമിക് ലിക്വിഡോ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന ചെടിയിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സിന് മധുരം കൂടുതലായിരിക്കും. അതായത് ബ്രിക്സ് പെർസെൻറ്റേജ് ഉയർത്തുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് നമ്മുടെ ഹ്യൂമിക് ഗ്രാനുവൽസ്. ഇനി ഈ ഹ്യൂമിക് ലിക്വിഡ് നമ്മൾ സീഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ 5 മുതൽ 10 മില്ലി വരെയാണ് നമ്മൾ 1 കിലോഗ്രാം സീഡിന് ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മളത് സോയിൽ ട്രീറ്റ്മെന്റിനായിട്ട്, അതായത് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്യാനായിട്ട് ലാൻഡ് പ്രിപ്പറേഷന്റെ സമയത്ത് ഉപയോഗിക്കുമ്പോൾ 500 മുതൽ 600 മില്ലി വരെ ഒരു ഏക്കറിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പൊ ഓൾറെഡി ചെടി നട്ടിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ, നമുക്ക് ചെടിയുടെ ചുവട്ടില് വേരിന്റെ ഭാഗം കരുത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ വേരുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഹ്യൂമിക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേരിൽ എപ്പോഴും നമ്മളിപ്പോൾ തെങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലുള്ള പ്ലാന്റ്സിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വേരിൽ കൊടുക്കാനായിട്ട്, വേരുള്ള ഭാഗങ്ങളിലേക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രി 82 ആണ്. അതെ, ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇതിന് എന്താണ് ഉപയോഗം ഇല്ലാത്തത് എന്ന് വേണമെങ്കിൽ തിരിച്ച് ചോദിക്കേണ്ടി വരും. അത്രയും ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി 82 എന്ന് പറയുന്നത്. എന്തിന്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. ഇത് സ്വന്തമായിട്ട് നോക്കുമ്പോൾ ഇത് ഒരു വളമല്ല, കീടനാശിനിയല്ല, ഒന്നുമല്ല. പക്ഷേ ഇത് എന്തിന്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാം. വളത്തിന്റെ കൂടെ ഉപയോഗിക്കാം, കീടനാശിനിയുടെ കൂടെ ഉപയോഗിക്കാം, ഹെർബിസൈഡിന്റെ കൂടെ ഉപയോഗിക്കാം. എന്തിന്റെ കൂടെയും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. എന്തിന്റെ കൂടെ ഉപയോഗിക്കുന്നോ അതിന്റെ എല്ലാം എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി 82 എന്ന് പറയുന്നത്. ഈ അഗ്രി 82 എന്ന് പറയുന്നത് നോൺ ടോക്സിക് ആയിട്ടുള്ള നോൺ അയണിക് സ്പ്രേ ആണ്. ഒരു അഡ്ജുവന്റ് ആണ്. അതായത് എന്തിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന് അഗ്രി 82 എന്ന പേര് അല്ലേ. അതായത് 82% ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി 82 എന്ന് പറയുന്നത്. അത് നല്ലൊരു സ്പ്രെഡർ ആണ്. അതായത് നമ്മുടെ ചെടിയുടെ അല്ലെങ്കിൽ മണ്ണിന്റെ ഒരു ഭാഗത്താണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അഗ്രി 82 ചേർത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നുണ്ടാവും. അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെമോ ചെയ്ത് കാണിക്കാറുണ്ട്. അതായത് ഒരു ചേമ്പിലയില് സാധാരണ വെള്ളം വീണെങ്കിൽ ഒരിക്കലും അത് നനയില്ല. അതേസമയം ഈ അഗ്രി 82 ചേർത്തിട്ട് ഉള്ള വെള്ളം ഉപയോഗിച്ചാണ് ചേമ്പിലയിൽ ഒഴിക്കുന്നതെങ്കിൽ ചേമ്പില നനയുമെന്ന് മാത്രമല്ല, കൂടുതൽ ഏരിയയിലേക്ക് കൂടുതൽ പെട്ടെന്ന് വളരെ വേഗം ആ വെള്ളം വ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ അഗ്രി 82 ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ ഏരിയയിലേക്ക് ഉപയോഗിച്ചതിന് കവറേജ് കൂടുതൽ കൊടുക്കുന്നതിന് ഈ അഗ്രി 82 സഹായിക്കുന്നുണ്ടാവും. അതെവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് നമ്മൾ ഹെർബിസൈഡുകളും പെസ്റ്റിസൈഡുകളും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്താണ്. അത് അതേപോലെ തന്നെ ഫോളിയർ ആപ്ലിക്കേഷനിൽ നമ്മൾ
ഉപയോഗിക്കുന്ന സമയത്തും ഈ ഒരു ഉപയോഗം നമുക്ക് വളരെയധികം കിട്ടുന്നുണ്ട്. കവറേജ് കൂട്ടുക എന്നുള്ളത് വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അഗ്രി 82 എന്ന് പറയുന്നത്. ഈ ഒരേപോലെ തന്നെ എല്ലായിടത്തും ഒരു ലിക്വിഡ് വ്യാപിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അഗ്രി 82 എന്ന് പറഞ്ഞു. അതപ്പോ ലിക്വിഡിൽ മാത്രമാണോ അത് ഉപയോഗപ്പെടുക? ഒരിക്കലും അല്ല. നമ്മൾ പൗഡർ ഫോമിലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് അതിലേക്കാണ് ഈ അഗ്രി 82 മിക്സ് ചെയ്യുന്നതെങ്കിൽ, പലതരം പൗഡറുകൾ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ഈവൻ ആയിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മിക്സ്ചർ ആക്കി മാറ്റുന്ന, ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആക്കി മാറ്റുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി 82. ഇത് ജൈവ വളമായിക്കോട്ടെ, നമ്മളിപ്പോ ആട്ടിൻകാഷ്ടം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പറമ്പിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ, ചെടിക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മള് ഇപ്പൊ കൃഷി ചെയ്യുന്നവർക്കറിയാം, ചേന പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പിറ്റേ പ്രാവശ്യം ചേന പറിക്കാൻ ചെല്ലുമ്പോഴും അത് അതുപോലെ തന്നെ ഉണ്ടാകും. അതേസമയം നമ്മൾ അഗ്രി 82 ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇതിനെ മുഴുവനായിട്ട് വലിച്ചെടുക്കുന്നതിന്, അത് പൊടിച്ച് മണ്ണിലേക്ക് അലിയിച്ച് ചേർക്കുന്നതിന് അഗ്രി 82ന്റെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നുണ്ടാവും. വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണത്. അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന വളത്തിന്റെ പകുതിയും, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം പകുതിയും വേസ്റ്റ് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ചെടിക്ക് മുഴുവനും കിട്ടണമെന്ന് ആഗ്രഹിച്ച് ചേർക്കുന്ന ആ കാര്യങ്ങൾ പകുതി മാത്രമേ ഒരുപക്ഷെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ അല്ലെ. അപ്പോ അതിനെ, ആ ഒരു പ്രശ്നത്തിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ അഗ്രി 82 എന്ന് പറയുന്നത്. ഇനി നമ്മള് നനയ്ക്കുന്ന സന്ദർഭങ്ങളിൽ, മണ്ണില് വെള്ളം ചേർക്കുന്ന സന്ദർഭങ്ങളിൽ ഇപ്പൊ വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പൊ ഈ മണ്ണൊക്കെ വല്ലാതെ ഉറച്ചു പോയിട്ടുണ്ടാവും. ആ സമയങ്ങളിൽ നമ്മൾ നനയ്ക്കുന്ന വെള്ളത്തിന്റെ കൂടെ അഗ്രി 82 ചേർത്ത് എന്നെങ്കിൽ വെള്ളത്തിന് കൂടുതൽ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യും. അതേപോലെ ആഴത്തിൽ കൊണ്ടുപോകുന്നതിനും ഈ അഗ്രി 82 സഹായിക്കുന്നുണ്ടാവും. ഇനി അതേപോലെ വാട്ടർ അബ്സോർപ്ഷൻ, മണ്ണിന്റെ വാട്ടർ അബ്സോർപ്ഷൻ ലെവൽ കൂട്ടുന്നതിന് ഈ അഗ്രി 82 സഹായിക്കും. അതേപോലെ ഇതില് നമ്മൾ മണ്ണൊരുക്കുന്നതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മൾ നെൽച്ചെടിയൊക്കെ നടുന്ന സമയത്ത്, നെല്ല് നടുന്നതിന് ഏറ്റവും മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യും, കള നീക്കം ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ കള നീക്കം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹെർബിസൈഡുകൾ ഉപയോഗിച്ച്, നമുക്കറിയാം ഹെർബിസൈഡുകൾ ഒരിക്കലും നമ്മുടെ മണ്ണിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. ചില കർഷകർ പറയാറുണ്ട്, ഹെർബിസൈഡ് ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ ഒറിജിനൽ നെല്ല് നട്ടപ്പോൾ അതും കൂടെ നശിച്ചു പോയ നമ്മൾ ഉപയോഗിക്കുന്ന ഹെർബിസൈഡുകൾ എത്രത്തോളം മണ്ണിനും നമുക്കും ഒക്കെ ദോഷമാണെന്നുള്ളത് ചിന്തിച്ചു നോക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ അളവ് വളരെയധികം കുറയ്ക്കുന്നതിന് ഈ അഗ്രി 82ന്റെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു 30% വരെ നമുക്ക് അഗ്രി 82 ഉപയോഗിക്കുന്നതിലൂടെ ങ്ങളുടെ അളവൊക്കെ കുറയ്ക്കുന്നതിന് ഈ അഗ്രി 82 സഹായിക്കുന്നുണ്ടാവും. അപ്പൊ എന്തിന്റെ കൂടെയൊക്കെ ചേർക്കാന്ന് വെച്ചാൽ എന്തിന്റെ കൂടെയും നമുക്ക് ചേർക്കാം. അതായത് ഫംഗിസൈഡിന്റെ കൂടെയോ ഹെർബിസൈഡിന്റെ കൂടെയോ അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡിന്റെ കൂടെയോ അതേപോലെ പോളിയർ ഫെർട്ടിലൈസേഴ്സിന്റെ കൂടെയോ പ്ലാന്റ് ന്യൂട്രിയൻസിന്റെ കൂടെയോ ഫോളിയേറ്റേഴ്സിന്റെ കൂടെ എന്തിന്റെ കൂടെയും നമുക്ക് ഈ അഗ്രി 82 നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഈ അഗ്രി 82 നമുക്ക് 3 അളവുകളിൽ നമുക്ക് ലഭ്യമാണ്. അതായത് 100 ml-ന്റെ 3 എണ്ണം അടങ്ങുന്ന ഒരു പാക്കറ്റും, പിന്നെ 500 ml-ന്റെ ഒരു ബോട്ടിലില്, പിന്നെ 5 ലിറ്ററിന്റെ ഒരു ബോട്ടിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നോൺ ടോക്സിക് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. നമ്മൾ മണ്ണിലേക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ഈ എല്ലാ പ്രോഡക്റ്റുകളും തന്നെ ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. ഭൂമിക്കോ മനുഷ്യർക്കോ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും വരുത്താത്ത പ്രൊഡക്റ്റുകളാണ് എല്ലാം തന്നെ ഉള്ളത്. അപ്പോ നല്ലൊരു അഡ്ജുവന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന വളരെ നല്ലൊരു അഡ്ജുവന്റ് ആണ് ഈ അഗ്രി 82 എന്ന് പറയുന്നത്.
ഇനി ഇത് മണ്ണിൽ നിന്ന് ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നത്, ഇവാപറേഷനിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് കുറയ്ക്കുന്നതിന് അഗ്രി 82ന് സാധിക്കുന്നുണ്ട്. അതേപോലെ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ അഗ്രി 82. ഇതിന്റെ അളവിനെ കുറച്ചു കൊണ്ടുവരുന്നത് വഴി ചെലവ് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇത് ബയോഡീഗ്രേഡബിൾ ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകൃതിക്കൊന്നും യാതൊരു ദോഷവും വരുത്താത്ത ഇനി ഈ നമ്മള് എല്ലാ പ്രോഡക്റ്റിന്റെ കൂടെ ഉപയോഗിക്കാമെന്ന് പറയുമ്പോഴും നമ്മൾ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്തെല്ലാം ഏതാണോ അതിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഇതിലുള്ള 8 പ്രൊഡക്റ്റുകളെ അഗ്രി പ്രൊഡക്റ്റുകൾ ഉള്ളൂ എന്ന് പറഞ്ഞു. അതില് അക്വാജെല്ലിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അഗ്രി 82 ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിന്റെ അളവ് എത്രത്തോളം ഉപയോഗിക്കണം എന്ന് വെച്ചാൽ 5 മുതൽ 10 മില്ലി വരെയാണ് നമ്മൾ 15 ലിറ്റർ വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ഫംഗിസൈഡിന്റെ കൂടെയോ ഇൻസെക്ട് മതിയാകും ഒരു പമ്പിലേക്ക്. അതായത് 15 ലിറ്ററിന്റെ പമ്പിലേക്ക് 5 മുതൽ 10 ml വരെ. ഒരിക്കലും ഈ അഗ്രി 82ന്റെ അളവ് വർദ്ധിക്കാതെ നോക്കുക. അത് കുറഞ്ഞു പോയാലും ദോഷമില്ല. ഒരിക്കലും അഗ്രി 82ന്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ ഇനി ഹെർബിസൈഡിന്റെ കൂടെയാണ് അഗ്രി 82 ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 15 ലിറ്റർ വെള്ളത്തിലേക്ക് 20 ml എന്നുള്ള തോതിലായിരിക്കണം ഹെർബിസൈഡിന്റെ കൂടെ അഗ്രി 82 ഉപയോഗിക്കേണ്ടത്. ഇനി ഇറിഗേഷന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു നനയ്ക്കുന്ന വെള്ളത്തിൽ ഉപയോഗിച്ച കൂടുതൽ സമയത്തേക്ക് നനവിനെ പിടിച്ചു നിർത്തുന്നതിന് അഗ്രി 82 സാധിക്കുന്നു. ഏക്കറിലേക്ക് നനയ്ക്കുന്ന വെള്ളത്തിലേക്ക് 160 ml ചേർത്താൽ മതിയാവും. അപ്പൊ ഈ അഗ്രി 82 നല്ലൊരു ബെറ്ററാണ്. അതേപോലെ ഹോമോജീനിയസ് മിക്സർ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. മണ്ണിലെ മോയ്സ്ചർ നിലനിർത്തുന്നതിന്, കൂടുതൽ സമയം നിലനിർത്തുന്നതിന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോമോജീനിയസ് മിക്സ്, യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. നല്ലൊരു സ്പ്രെഡർ ആണ്. എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്യുന്നതിന്. ഇനി നമ്മളുടെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതില് നമ്മള് ഈ കീടനാശിനിയൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് പമ്പ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് പമ്പില് ഉണ്ടാവില്ല. കാരണം അതിന്റെ ഡെൻസിറ്റി കുറയ്ക്കുന്നതിന്, വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു. അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എന്താണോ അതിന്റെ ഡെൻസിറ്റി കുറയ്ക്കാനായിട്ട് അഗ്രി 82 സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് പമ്പ് വർക്ക് ചെയ്യുന്നതിന് വളരെ ഗുണപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഗ്രി അക്വാജെല്ലിനെ കുറിച്ചാണ്. അക്വാജെല്ല്, അക്വ എന്നാണ് വെള്ളം എന്ന് തന്നെയാണ് അർത്ഥം, അല്ലെ? ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് പോളിമർ ആണ്. ഒരു ഓർഗാനിക് പോളിമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പല തരത്തിലുള്ള പോളിമേഴ്സ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതായത് ജെൽ ഫോമിലേക്കൊക്കെ മാറ്റും, പക്ഷെ ഓർഗാനിക് അല്ല. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഇഷ്ടംപോലെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ അക്വാജെൽ എന്ന് പറയുന്നത് ഓർഗാനിക് ആണ്. അതായത് ഇത് പൂർണ്ണമായിട്ടും മണ്ണിൽ അലിഞ്ഞു ചേരുന്ന, അല്ലെങ്കിൽ മണ്ണിന് ദോഷമില്ലാത്ത, പ്രകൃതിക്ക് ദോഷമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി അക്വാജെല്ല്. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ മണ്ണിലുള്ള ഈർപ്പത്തിനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നു. അതായത് അതിന്റെ 500 ഉപയോഗിക്കുന്ന അക്വാജെല്ലിന്റെ 500 മടങ്ങ് വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് അക്വാജെല്ലിനുണ്ട്. അത് അത് വെള്ളത്തിനെ മാത്രമല്ല പിടിച്ചു നിർത്തുക, വെള്ളത്തിന്റെ ഒപ്പം നമ്മൾ ആ മണ്ണിലുള്ള അല്ലെങ്കിൽ ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിനെ കൂടിയായിരിക്കും അവിടെ ഒരുമിച്ച് ചേർത്ത് നിർത്തുക. അതേപോലെ നമ്മൾ എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, മണ്ണിലേക്ക് എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, ഫെർട്ടിലൈസേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം, അതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് വേരിന്റെ ഭാഗങ്ങളിലേക്ക് പിടിച്ചു നിർത്തുകയാണ് ഈ അക്വാജെല്ല് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് സമയത്ത് മാത്രമേ ഇത് നമുക്ക് മണ്ണിലേക്ക് ചേർത്തിട്ട് ഏറ്റവും പ്രയോജനമുള്ളത് ആ സമയത്ത് ചേർക്കുമ്പോഴാണ്. പിന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം നമ്മുടെ കേരളത്തിന്റെ മഴയായിരിക്കും കിട്ടുക, അല്ലെ? 2 മഴക്കാലങ്ങൾ ഉള്ള ഒരു നാടാണ് നമ്മുടേത്. അപ്പോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മണ്ണിന് pH നഷ്ടപ്പെടാറുണ്ട്. കാരണം ലീച്ചിങ് എന്ന് പറയും. നമ്മുടെ മണ്ണിലേക്ക് കൊടുക്കുന്ന വളവും അതേപോലെ തന്നെ ക്ഷാരാംശവും എല്ലാം മഴവെള്ളത്തിന്റെ ഒപ്പം കുത്തിയൊലിച്ച് പോകുന്ന ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിന്നും മണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മണ്ണിനെ ബൈൻഡ് ചെയ്ത് നിർത്താനായിട്ട് ഈ അക്വാജെല്ലിന് സാധിക്കും. അതായത് നമ്മുടെ വെള്ളം കൂടുതൽ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അതിലുള്ള പോഷകങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഈ വെള്ളത്തിനെയും അതേപോലെ ന്യൂട്രിയൻസിനെയും ഒരുമിച്ച് ചേർത്ത് ജെൽ ഫോമിലേക്ക് മാറ്റുന്നുണ്ടാവും. അപ്പം വെള്ളം ഒരുപാട് ചെന്നാൽ പോലും അത് ലീച്ച് ചെയ്ത് പോകാതിരിക്കുന്നതിന് സഹായിക്കുന്നു. അതേപോലെ തന്നെ സോയിൽ ഇറോഷന് ഒരു പരിഹാരമാണ് നമ്മുടെ അക്വാജെല്ല് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മണ്ണിനൊരു ബൈൻഡിങ് ചെയ്യുന്നത് പോലെ അപ്പോ ഇത് കൂടാതെ മണ്ണിൽ എയറേഷൻ കൂടുതൽ നൽകുന്നതിനും എല്ലാ സമയത്തും ചെടിക്ക് വെള്ളവും വളവും ഒരുമിച്ച് കിട്ടുകയും ചെയ്യുന്നത് വഴി നല്ല രീതിയിൽ ആ ചെടിക്ക് ഗ്രോത്ത് ഉണ്ട്. ഇതൊരു വളമല്ല, കീടനാശിനിയല്ല. പക്ഷെ ഇതെന്ത് ചെയ്യും? വെള്ളത്തിന്റെ മാനേജ്മെന്റ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ പറഞ്ഞു 500 മടങ്ങ് വെള്ളത്തിന് നമ്മൾ എത്ര നനച്ചാലും മതിയാവാത്ത വേനൽക്കാലത്ത് എത്ര അനുഗ്രഹമായി കഴിവ് അക്വാജെല്ലിനുണ്ട്. ഇനി മോയിസ്ചറിനെ പിടിച്ചു നിർത്തുന്നത് വഴി അതേപോലെ നമ്മുടെ വളവും ലീച്ച് ചെയ്ത് പോവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പല പ്രാവശ്യം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു ഈ അക്വാജെല്ല്. നമുക്കറിയാം, കൃഷി നഷ്ടത്തിലാവുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് മുടക്കുന്ന വളത്തിന് വേണ്ടി എല്ലാം കർഷകർക്ക് ഈ ഒരു ഈൽഡിൽ നിന്നും എടുക്കേണ്ട അല്ലെങ്കിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്ന എമൗണ്ടുകളാണ്. പക്ഷെ ഈ അക്വാജെല്ലിന്റെ ഉപയോഗം വഴി നമ്മൾ ആവർത്തിച്ച് വളപ്രയോഗം നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. ഇനി അത് കൂടാണ്ട് ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നോൺ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള വിഷങ്ങളോ മറ്റൊന്നും ഇല്ലാത്ത നേച്ചറിന് വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ അക്വാജെൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അക്വാജെല്ലിന്റെ പ്രൊഡക്ഷന്റെ സമയത്ത് തന്നെ ഇതില് ആൽഗയുടെയും ഫംഗസിന്റെയും ഒന്നും ഗ്രോത്ത് തന്നെ
അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. നമ്മളിത് ഏറ്റവും പ്രയോജനകരമായി കണ്ടിട്ടുള്ളത് ഏലം പോലെയുള്ള കാര്യങ്ങളിൽ നനവ് കൂടുന്ന സമയത്ത് പലതരത്തിലുള്ള ഫംഗസ് രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേപോലെ വാഴയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം തടയിടുന്നതിനും നനവിന്റെ എണ്ണം കുറയ്ക്കുന്നതിനും ഒക്കെ ഈ അക്വാ ജെല്ല് വളരെയധികം സഹായിക്കുന്നുണ്ട്. സോയിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ അക്വാ ജെൽ എന്ന് പറയുന്നത്. ഇതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പെട്ടെന്ന് തന്നെ വിത്തുകൾ മുളച്ചു കിട്ടുന്നതിന്, ഫാസ്റ്റ് ജെർമിനേഷൻ നടത്തുന്നതിന് ഈ അക്വാ ജെല്ല് മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നുണ്ട് എന്നാണ്. കാരണം അത് മറ്റൊന്നുമല്ല, അതിന് കാരണം അതിന് എപ്പോഴും നല്ല രീതിയിൽ വെള്ളവും വളവും ഒരേ സമയം പെട്ടെന്ന് തന്നെ ജെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതായത് ആവശ്യത്തിനുള്ള വെള്ളം, ഒരുപാട് വെള്ളമല്ല, ശരിയായ ഈർപ്പം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് മുളയ്ക്കുന്നതിനുള്ള ഒരു അവസ്ഥ അക്വാജൽ ഉപയോഗിക്കുന്ന മണ്ണിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട്, ഏറ്റവും അവസാനത്തെ പ്രാവശ്യം ഉഴുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ മണ്ണിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി അക്വാ ജെൽ എന്ന് പറയുന്നത്. 1 ഏക്കറിലേക്ക് 1 മുതൽ 2 കിലോഗ്രാം വരെയാണ് നമ്മുടെ അക്വാ ജെല്ല് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ വലിയ പ്ലാന്റുകൾക്കാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിൽ 40 മുതൽ 80 ഗ്രാം വരെ ഒരു പ്ലാന്റിന് നമുക്ക് നൽകാവുന്നതാണ്. അത് അതിന്റെ ഏജിനനുസരിച്ചാണ്. അതായത് ഒരു 3 വർഷം വരെയുള്ള പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സുള്ളവരാണെങ്കിൽ അപ്പൊ അതിനനുസരിച്ച് അതിന്റെ വലിപ്പം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന അളവ് വ്യത്യാസപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത്. ഇനി ഈ അക്വാജൽ ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാല് ഇത് അക്വാജൽ എപ്പോഴും മണ്ണിൽ അക്വാജല് ഉണ്ടായിരിക്കേണ്ടത്. അതായത് പുറമെ അക്വാജൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല. അത് കൂടാണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നനവുള്ള, ഇതിനു മുമ്പ് ഇത് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു കാരണവശാലും നനവ് തട്ടാൻ പാടില്ല അക്വാജലില്. കാരണം അത് അപ്പൊ തന്നെ ഒരു ജെൽ ഫോമിലേക്ക് മാറുന്നുണ്ട്. ഒരു കാരണവശാലും അഗ്രി അക്വാ ജെല്ലിന്റെ കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് കൂടാണ്ട് ഈ ചില ഫെർട്ടിലൈസേഴ്സിന് എല്ലാം നനവുണ്ടായിരിക്കും. എക്സാമ്പിൾ യൂറിയ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ കർഷകർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രി പ്രൊട്ടക് ആണ്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി പ്രൊട്ടക് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് ഉണ്ടാവുന്ന പല അസുഖങ്ങൾ, ഫംഗൽ ഡിസീസുകൾ ഒക്കെ നമുക്കറിയാം. പല ക്രോപ്പുകൾക്ക് ഏറ്റവും അധികം ബാധിക്കുന്ന രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വാഴയ്ക്കാണെന്നുണ്ടെങ്കിലും ജാതി, പിന്നെ അതുപോലെ ഈ പറഞ്ഞ ഏലം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ങ്ങളിൽ നിന്നുള്ള ഒരു നാച്ചുറൽ ആയിട്ടൊരു ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നതിന് ഈ അഗ്രി പ്രൊട്ടക് എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട്. ഇനി അതുകൂടാണ്ട് ഈ അഗ്രി പ്രൊട്ടക് നമ്മുടെ പ്ലാന്റ്സിലുള്ള ഹോർമോണൽ ആക്ടിവിറ്റീസിനെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്.
കളറും ഒക്കെ ഉള്ള ഫ്രൂട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അഗ്രി പ്രൊട്ടക്റ്റിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കും. ഇത് പൂർണ്ണമായിട്ട് ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതേപോലെ ഈ ഓർഗാനിക് പ്രോഡക്റ്റ് ആണെന്ന് മാത്രമല്ല, ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ പലതരം ഇൻഫെക്ഷൻസിൽ നിന്നും അതേപോലെ തന്നെ പല രോഗങ്ങളിൽ നിന്നും ഒരു പരിധി വരെ കീടങ്ങളിൽ നിന്നും ഒക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ചെടിയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഈ അഗ്രി പ്രൊട്ടക്റ്റില് അടങ്ങിയിരിക്കുന്നത്. ഇക്കോളജിക്കൽ ബാലൻസ് വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിലനിർത്തുന്നതിന് ഈ അഗ്രി പ്രൊട്ടക്റ്റിന്റെ ഉപയോഗം മൂലം നമുക്ക് സാധിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ എന്താ ചെയ്യാ, ഏത് ക്രോപ്പ് ആയിക്കോട്ടെ അതിന് ഡിസീസിനെ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹാംഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ന് നമ്മൾ പലയിടത്തും ഉപയോഗിച്ച് കേൾക്കുന്നത്. അതായത് മണ്ണിനും മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ദോഷമുള്ള വളരെയധികം വിദൂര ഭാവിയിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് പല രോഗങ്ങളെയും കീടങ്ങളെയും എല്ലാം അകറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ അഗ്രി പ്രൊട്ടക്റ്റിൽ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഇതിന്റെ ഉപയോഗം മൂലം ഉണ്ടാവുന്നില്ല എന്ന് ഉള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഈ അഗ്രി പ്രൊട്ടക്റ്റിന്റെ ഉപയോഗം മൂലം രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിന്, ചെടികളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ചെടിക്ക് ക്വാളിറ്റി ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നവരാണ് നമ്മളല്ലേ. അതായത് നമ്മൾ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നതുപോലെ തന്നെയാണ് എങ്ങനെയാണോ നമ്മളിൽ മേല് സപ്ലിമെന്റ്സ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് അഗ്രി പ്രൊട്ടക്ട് ചെടികളിലും വർക്ക് ചെയ്യുന്നത്. അതായത് രോഗങ്ങൾ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ കീടങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ചെടിക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധ ഓർഗാനിക് ഫാമിംഗ് പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഏറ്റവും നല്ല രീതിയിൽ ചെടിയെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന്റെ മണ്ണ് സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചെടിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ ഡിസീസുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒന്നും വരുന്നുണ്ടാവില്ല. കാരണം നാച്ചുറൽ ആയിട്ട് തന്നെ ആ ചെടി അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ചെയ്തു വന്നിരുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഇലകൾ കൊണ്ട് നമ്മൾ പുതയിട്ട് കൊടുക്കുമായിരുന്നു. ാണ് ചെടിക്ക് പ്രതിരോധ ശേഷി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എക്സാമ്പിള് നമ്മുടെ കയ്പുള്ള കാഞ്ഞിരം പോലെയുള്ള ഇലകള്, ആത്ത, അങ്ങനെയുള്ള ചവർപ്പുരസവും കയ്പുരസവും ഒക്കെയുള്ള ഇലകളാണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പണ്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നമുക്കതൊന്നും സുലഭമായി കിട്ടുന്ന ഒരു അവസ്ഥയൊന്നും നമുക്ക് പലയിടങ്ങളിലും ഇല്ല. അപ്പോൾ അന്നേരം തീർച്ചയായിട്ടും നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി പ്രൊട്ടക്ട് എന്ന് പറഞ്ഞാൽ. ചെടിക്ക് ഒരു വളമായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി പ്രൊട്ടക്ട്. അതുകൊണ്ട് തന്നെ ഒരു വളമായിട്ടും അതേസമയം തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ അഗ്രി പ്രൊട്ടക്ട്. അത് ഫോളിയർ സ്പ്രേക്കും പറ്റും, നമ്മുടെ മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റ് ആണ് അഗ്രി പ്രൊട്ടക്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മണ്ണിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 500 ഗ്രാം മുതൽ 1 കിലോഗ്രാം ആണ് ഒരു ഏക്കറിലേക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. അത് നമ്മൾ എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, നമ്മൾ ഇത് മാനുവൽസ് ഉപയോഗിക്കുന്നുണ്ടാവും, നമ്മുടെ അഗ്രി ഹ്യൂമിക് ഗ്രാനുവൽസ് ഉപയോഗിക്കുന്നുണ്ടാവും, അഗ്രി ഹ്യൂമിക് ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ടാവും. എന്തിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഇത് ഉപയോഗിക്കാൻ കഴിയും. ഈ അഗ്രി പ്രൊട്ടക്ട് എന്ന് പറയുന്നത് 5 കിലോ ഹ്യൂമിക് ഗ്രാനുവൽസിന്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ 500 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ നമുക്ക് ഒരു ഏക്കറിലേക്ക് ഉപയോഗിക്കാം. അതേസമയം ചാണകം പോലെയുള്ള ഫാം യാർഡ് മാനുവറിന്റെ കൂടെയും നമുക്ക് ഈ അഗ്രി പ്രൊട്ടക്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത്
നമ്മൾ ആദ്യം പറഞ്ഞു സീഡ് ട്രീറ്റ്മെന്റിന്റെ സമയം മുതൽ നമുക്ക് ഈ അഗ്രി പ്രൊട്ടക്ട് ഉപയോഗിക്കാൻ കഴിയും. അതായത് വിത്ത് മുക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് വേണമെങ്കിൽ 10 മുതൽ 15 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നമുക്ക് അതില് വിത്ത് മുക്കി വെക്കാനൊക്കെ പറ്റും. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മള് പല സ്റ്റെപ്പ് പ്രിവെൻഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സ്റ്റേജുകളിലും നമുക്ക് അഗ്രി പ്രൊട്ടക്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് സീഡ് ട്രീറ്റ്മെന്റിനും അതേപോലെ ലാൻഡ് പ്രിപ്പറേഷന്റെ സമയത്ത് ഗ്രോത്ത് സ്റ്റേജിലൊക്കെ നമുക്ക് ഈ അഗ്രി പ്രൊട്ടക്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഇത് ഉപയോഗിക്കേണ്ടത് പ്രീ പ്ലോയിങ് സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഉഴുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നമ്മുടെ ഗ്രാനുവൽസും അക്വാജെല്ലും ഒക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പ്രൊട്ടക്ട് കൂടെ ചേർത്തിട്ട് നമുക്ക് ലാസ്റ്റ് പ്ലോയിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് എന്തിൽ നിന്നൊക്കെ പ്രിവെൻഷൻ നൽകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലുണ്ടാകുന്ന പാത്തജൻസ്, അതായത് രോഗാണുക്കളിൽ നിന്നും ചെടിയെ സംരക്ഷിക്കുന്നു. അതായത് പലതരത്തിലുള്ള ഡിസീസസിനും കാരണമാകുന്ന ഇത്തരത്തിലുള്ള അണുക്കളാണ്. ഈ അണുക്കളിൽ നിന്നും ഫംഗസുകളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അഗ്രി പ്രൊട്ടക്ട് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ചേർക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലെ ക്രോപ്പ് വളരുന്നുണ്ടാവും. അതായത് ഒന്നിനു പോലും കേടില്ലാതെ വളരെ ആരോഗ്യത്തോടു കൂടി തന്നെ ഒരേപോലെ തന്നെ എല്ലാ ചെടികളും വളരുന്നതിന് ഈ അഗ്രി പ്രൊട്ടക്ട് സഹായിക്കുന്നുണ്ടാവും. ഇനി അതില് ഈ ഞാൻ പറഞ്ഞു ബയോ പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ആൽഗെ, ഒരു റെഡ് ആൽഗയിൽ നിന്നാണ് ഈ ബയോ പൊട്ടാഷ് വേർതിരിച്ചിരിക്കുന്നത്. അത് ബയോ പൊട്ടാഷ് അടങ്ങിയിരിക്കുന്ന ചെടികളുടെ വളർച്ചയെ ത്വരിതഗതിയിലാക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ അഗ്രി പ്രൊട്ടക്ട് എന്ന് പറയുന്നത്. ഇതൊരു സിസ്റ്റമിക് പ്രോഡക്റ്റ് ആണ്. അതായത് നമ്മുടെ ചോട്ടിൽ ഇട്ട് കൊടുത്താലും ആ ചോട്ടിലല്ല, വേരിന്റെ ഭാഗത്ത് മാത്രമല്ല ഇതിന്റെ ഗുണഫലം അനുഭവിക്കുക, ചെടിയിൽ ഒന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. എല്ലായിടത്തും അത് എത്തിച്ചേരുന്നുണ്ടാവും. ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലെയും ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഈ അഗ്രി പ്രൊട്ടക്റ്റിന്റെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നു. ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് നമുക്ക് പ്രൊട്ടക്റ്റിന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അഗ്രി നാനോടെക് ആണ്. അഗ്രി നാനോടെക് എന്ന് പറയുന്നത് നാനോ എന്ന് വെച്ചാൽ എന്താണ്, വളരെ ചെറിയ അളവില് അല്ലേ ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മുടെ നാനോടെക്, അഗ്രി നാനോടെക് എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ഭക്ഷണത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അളവിൽ നമ്മൾ കഴിക്കേണ്ട ചില പോഷകങ്ങളുണ്ട് അല്ലെ. അതായത് കാർബോഹൈഡ്രേറ്റ്, അതേപോലെ പ്രോട്ടീൻ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ലാർജ് എമൗണ്ടിൽ കഴിക്കേണ്ടതാണ്. അതേസമയം വളരെ ചെറിയ അളവിൽ മാത്രമേ നമുക്ക് മിനറൽസ് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ പക്ഷെ ആ മിനറൽസ് ഇല്ലാതിരുന്നാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ ചെടികൾക്കും വലിയ അളവിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അങ്ങനെ പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ അളവില് ചെടികൾക്ക് ആവശ്യമുണ്ട്. അതേസമയം തന്നെ ചെറിയ അളവില് മൈക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മ മൂലകങ്ങൾ ആവശ്യമുണ്ട്. ഈ എല്ലാ തരത്തിലുള്ള ചെടിക്ക് ആവശ്യമുള്ള എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ബയോ ഫെർട്ടിലൈസർ ആണ് നമ്മുടെ അഗ്രി നാനോടെക് എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഉള്ളൊരു പ്രത്യേകത, ഫോസ്ഫറസ് എന്ന് പറയുന്നത് ചെടിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് എന്ന് പറഞ്ഞു. ഈ ഫോസ്ഫറസ് നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതായത് പാറയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഫോസ്ഫറസ് എന്ന് പറയുന്ന കണ്ടന്റ് തന്നെയാണ്. ആ പാറ പൊടിഞ്ഞിട്ടുണ്ടായിട്ടുള്ളതാണ് നമ്മുടെ മണ്ണെന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മണ്ണിലും ഫോസ്ഫറസ് ഉണ്ടാവേണ്ടതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്. പക്ഷെ അത് ഏത് ഫോമിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനറൽ ഫോമിലാണ് ഉള്ളത്. ഈ മിനറൽ ഫോമിലുള്ള ഫോസ്ഫറസിനെ ചെടികൾക്ക് വലിച്ചെടുക്കാനാവില്ല. അതിനെ ഈ ചെടിക്ക് പര്യാപ്തമാക്കുന്നതിന്, അല്ലെങ്കിൽ ഈ മിനറൽ ഫോമിലുള്ള
ഫോസ്ഫറസിനെ കൺവേർട്ട് ചെയ്ത് അയണിക് ഫോമിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാനോ ടെക് വളരെയധികം സഹായിക്കുന്നുണ്ട്. കാരണം ഇതിലൊരു ഫംഗസ് ഉണ്ട്. ഈ ഫംഗസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനറൽ ഫോമിലുള്ള ഈ ഫോസ്ഫറസിനെ അയണിക് ഫോമിലേക്ക് ആക്കി മാറ്റാൻ, അതായത് ഡീകമ്പോസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു ഫംഗസ് ആണ് അഗ്രി നാനോ ടെക്കിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ഫോസ്ഫറസ് സൊല്യൂബിലൈസിങ് ഫംഗസ് ആണ് അതില് അടങ്ങിയിരിക്കുന്നത്. അത് നമുക്ക് ഒരേ സമയം തന്നെ അത് വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചെടിയുടെ ഗ്രോത്തിനെ നമുക്കറിയാം. ഇപ്പൊ ചെടിയുടെ കായ ഇടുന്ന സമയത്തൊക്കെയാണ് ചിലപ്പോ ചില ചെടികളെ ശ്രദ്ധിച്ചറിയാം വല്ലാതെ കായകൾ പൊഴിഞ്ഞു പോകുന്നുണ്ടാവാം. അപ്പൊ അത് സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് അസുഖങ്ങൾ വരുന്നതിനും കായകൾ പൊഴിഞ്ഞു പോവുക, പൂ കൊഴിഞ്ഞു പോവുക, ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മണ്ണിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ സ്പോളിയർ സ്പ്രേക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി നാനോടെക് എന്ന് പറയുന്നത്. അത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മുതൽ 2 ഗ്രാം വരെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഫോളിയർ സ്പ്രേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ 1-2 കിലോഗ്രാം അഗ്രി നാനോടെക് ആണ് നമ്മുടെ 1 ഏക്കർ സ്ഥലത്തേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടതുള്ളൂ. അത്രയും ചെറിയ അളവിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരുപാട് മെച്ചങ്ങൾ നമ്മുടെ എപ്പോഴാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ പ്രൊട്ടക്കും ഗ്രാനുൾസും അതേപോലെ അക്വാജലിലേക്ക് ഉപയോഗിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ലാൻഡ് പ്രിപ്പറേഷന്റെ സമയത്ത് നമുക്ക് അഗ്രി നാനോടെക് ഉപയോഗിക്കാൻ കഴിയും. അത് ന്യൂട്രിയന്റ് അവൈലബിലിറ്റി, നമ്മുടെ ചെടിക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതായത് നമ്മുടെ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലേക്ക് മാറ്റുകയും ആ ചെടിയുടെ ഗ്രോത്തിനെ വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്രി നാനോടെക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ അഗ്രി നാനോടെക് ജെർമിനേഷന്റെ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അതിന് മൈക്രോ ന്യൂട്രിയൻസ് അതേപോലെ ആ ചെടിക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അതിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും, നല്ല ഈൽഡ് ഉണ്ടായിരിക്കും, നല്ല ഷേപ്പും സൈസും ഉള്ള വിളകൾ നമുക്ക് ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അതേപോലെ തന്നെ കൂടുതൽ നല്ല ടേസ്റ്റ് ഉള്ള പഴങ്ങൾ നമുക്ക് അതിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് അഗ്രി നാനോടെക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മളെ ലാൻഡ് പ്രിപ്പറേഷന്റെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഷെയർ ചെയ്യാനുണ്ട്. ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഓർഗാനിക് ഫാമിങ്ങിലൂടെ നല്ല വിളവ് ലഭിക്കട്ടെ. അത് മറ്റുള്ളവരിലേക്കും എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം നമ്മുടെ മണ്ണിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിയോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കും അത് എല്ലാവർക്കും നല്ല വെൽത്ത്. താങ്ക് യു മാഡം. മാഡം വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ എല്ലാരും അഗ്രി പ്രൊഡക്റ്റ് എല്ലാരും അവരുടെ വീട്ടിൽ ഉപയോഗിക്കുക. എല്ലാവർക്കും നാച്ചുറൽ ഫ്രൂട്ടും ഫ്ലവറും ഒക്കെ കിട്ടാൻ സാധിക്കട്ടെ എന്ന്. അപ്പം ഇത്രയും നേരം മാഡത്തിന്റെ സെഷൻ എല്ലാരും അറ്റൻഡ് ചെയ്ത all wish you well and good night. Thank you.